ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് കോട്ടൺ ആണ്, കോട്ടൺ ടോപ്പ് വിത്ത് ബോട്ടം ആണോ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കോട്ടൺ ഫാബ്രിക്കിലോട്ട് ഇതിൽ ഓൾ ഓവർ ഓരോ എന്താ പറയുക കാന്ത സ്റ്റിച്ച് കണക്കുള്ള അതുപോലെ കണ്ടോ, അതുപോലത്തെ ഫുള്ളി ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇത് ഫുള്ള്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പുറത്തുള്ള എംബ്രോയിഡറി പോലെയല്ല, അത് ഉള്ളിലോട്ടും ആ ഒരു സെയിം സ്റ്റിച്ച് തന്നെയാണ് വരുന്നത് കണ്ടോ. ഒത്തിരി നമ്മൾ എന്താ പറയാ ശരിക്കും ഒരു ചിക്കൻ കാരി വർക്ക് ഒക്കെ ഇല്ല, അതുപോലെ തന്നെ വരുന്ന ഒരു സിമിലർ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. പിന്നെ നമ്മളപ്പോൾ ഈ ബാംഗിൾസും അതും എല്ലാം ഇടുമ്പോൾ സൂക്ഷിക്കണം, കാരണം അത് ത്രെഡ് അങ്ങനെ വലിഞ്ഞു പോരാതിരിക്കാനായിട്ട്. നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതുപോലെ പിങ്ക് ആണ്, ലൈറ്റ് ഒരു പിങ്ക് കളറാണ്, ഓൾ ഓവർ ആ സ്റ്റിച്ചാണ് കണ്ടോ. നമുക്ക് രണ്ട് സൈഡും ചിലപ്പോൾ സിമിലർ ആയിട്ട് തോന്നും, അതുപോലെ ഉണ്ട് ഇത് തിരിച്ച് കാണുമ്പോഴും അതേപോലെ തന്നെ കണ്ടോ. വിത്ത് നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാനിപ്പം ഇതിനകത്തോട്ട് ഒരു പലാസോ ബോട്ടമാണ് വെയർ ചെയ്തിരിക്കുന്നത്. ലെങ്ത് കുറച്ചിട്ട് ഇപ്പം അതാണ് നമ്മൾ ലെങ്ത് കൂടിയ ബോട്ടത്തിനേക്കാളും ഇതേപോലെ ഒരു പലാസോ ബോട്ടമാണ് വെയർ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ലൂസ് ഒക്കെ സെമി പലാസോ ആയിട്ടുള്ള ഒരു ബോട്ടം. അപ്പം പിന്നെ അതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട്. ഇതൊരു പീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക ബേജ് കളറിന്റെ ഒക്കെ ഒരു കളറില്ലേ, അതിനകത്തോട്ട് ഈ ഒരു ബ്ലാക്ക് എംബ്രോയിഡറി വന്നേക്കുന്നതാണ്. നല്ല സൂപ്പറാണ് കേട്ടോ. നമ്മൾ അതിന്റെ നെക്ക് വന്നിട്ട് ഇതേപോലെ ചെറിയ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു വീനൊക്കെ കൊടുത്ത് സെന്ററിലോട്ട് ഒരു ചെറിയ പീസ് ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം ടോൺ തന്നെ വരുന്ന ബ്ലാക്ക് പ്ലെയിൻ ജോർജറ്റും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. ദുപ്പട്ട വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ സ്റ്റൈലായിട്ട് വേറെ ചെയ്യുന്നതായിരിക്കും ഭംഗി. ഈ നെക്ക് പാറ്റേൺ നിങ്ങൾ മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പം ഈ ഒരു പാറ്റേണും ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഈ കളർ കണ്ടോ, വിത്ത് ലൈനിങ് ആണ്, കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കളറും കൂടെ ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ ഒരു കളർ ഇതേപോലെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ചിക്കൻ കറിയുടെ അങ്ങനത്തെ വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അങ്ങനെ രണ്ട് കളേഴ്സിൽ ചെയ്തിട്ടുണ്ട്. കോട്ടൺ വിത്ത് ലൈനിങ് ആണ്. ഇതേപോലെ ഞാൻ ഫസ്റ്റ് കാണിച്ച കളർ ഇതും ഈ ഒരു പിങ്ക് കളറും അതിനകത്തോട്ട് പിങ്ക് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് കളേഴ്സും നല്ല ഭംഗിയാണ്. ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാൻ ഞാൻ വേറെ ചെയ്തേക്കണേൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇതേപോലെ ഉണ്ടാവും, മറ്റേത് ഈ ഒരു ഇതുപോലെയും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ലെങ്ത് 47 വരുന്നുണ്ട്. കോട്ടൺ ലൈനിങ് വെച്ചിട്ടുണ്ട്. ബോട്ടം കൂടെ വേണം എന്നുള്ളവർക്ക് വിത്ത് ഒരു സെമി പലാസോ ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട്. നല്ല ലൂസ് ഫിറ്റൊക്കെ ആയിട്ടുള്ള ഞാൻ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഇട്ട് തരാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഹാൻഡിൽ വിത്ത് കെയർ ആണ്. ഇതുപോലെ ബാംഗിൾസ് ഒക്കെ കൊണ്ട് ത്രെഡ് ഇങ്ങനെ വലിഞ്ഞു വരാതെ നോക്കണം. എന്ന് വെച്ചാൽ എന്നും പറഞ്ഞാൽ ഫുള്ളി കണ്ടിന്യൂസ് സ്റ്റിച്ചാണ് കണ്ടോ. ഓരോ ആ സ്റ്റിച്ച് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ്. അപ്പം നമുക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് മാത്രമേ അയക്കാവൂ. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെല്ലാവരും ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ബുക്ക് ചെയ്തിട്ട് 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.